സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ധീരസ്മരണകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് രാജ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും പോരാട്ടത്തിന്റെ കാഹളം മുഴക്കിയ ധീര ദേശാഭിമാനിയാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ ജീവിതത്തിലെ ചരിത്ര വഴികൾ തലസ്ഥാന നഗരിയിൽ ഇന്നും ജീവസുറ്റതായി നിലനിൽക്കുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അധിനിവേശ ശക്തികൾക്കെതിരെ ഉയർന്ന ആദ്യകാല സായുധ പോരാട്ടങ്ങളൊന്നാണ് തിരുവിതാംകൂറിൽ നടന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്ക് മുൻപിൽ തലകുനിക്കാരെ പോരാടിയ വേലുത്തമ്പി ദളവ നാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ജീവൻ തന്നെ ത്രണവൽക്കരിച്ച പോരാളിയായിരുന്നു. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ തിരുശേഷിപ്പുകൾ അനന്തപുരിയിൽ ഇന്നും ഭദ്രമായി നിലനിൽക്കുന്നു. 1809 കുണ്ട്ര വിളംബരത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളിൽ ഈ വാളേന്തിയാണ് ദളവ ശത്രുക്കൾക്കെതിരെ പടപൊരുതിയത്. വേലുത്തമ്പിയെ പോലെ ഒരു രാജ്യസ്നേഹിയെയും സ്വാതന്ത്ര്യ സമര സേനാനിയെയും നമുക്ക് ദർശിക്കാൻ സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് നാട്ടുസാഹിത്യം മാത്രമല്ല, ഗവർണർ ജനറൽ മിന്റോ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേലുത്തമ്പിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ വിദേശ വിരുദ്ധ ശ്രമങ്ങളെല്ലാം തന്നെ സ്വാർത്ഥത മൂലമല്ല, നാട്ടിനു വേണ്ടി ഇംഗ്ലണ്ടിന്റെ ശത്രുവായ ഫ്രഞ്ച് രാജ്യവുമായി ചേർന്ന് കൊണ്ടുള്ളതാണ് എന്ന്. സ്വന്തം ജീവൻ നൽകിയും നാടിന്റെ ആത്മാഭിമാനം സംരക്ഷിച്ച വേലുത്തമ്പി ദളവയുടെ ഓർമ്മകൾ തിരുവനന്തപുരം നഗരത്തിലെ ഓരോ വീഥികളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നെപ്പിയ മ്യൂസിയത്തിലെ അദ്ദേഹത്തിന്റെ വാളും കണ്ണമ്മൂലയിലെ സ്മാരകവും തലയുയർത്തി നിൽക്കുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിലെ വെങ്കല പ്രതിമയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ വേലുത്തമ്പി ദളവയെ പോലെയുള്ള ധീര പോരാളികളുടെ ത്യാഗമാണുള്ളത്. ജനം, തിരുവനന്തപുരം.